ജാസ്മിന്റെ നമ്പർ അമ്മേലില്ല. 17 പേര് വിളിച്ചിട്ടും നമ്പർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ മെമ്പറാണെങ്കിൽ ആ നമ്പറും തന്നിട്ട് പോകണം. അപ്പോൾ ഒരുപാട് പേര് കംപ്ലൈന്റ് പറഞ്ഞു. മീര ജാസ്മിന്റെ നമ്പർ 8 നമ്പറായിട്ടുണ്ട്, ഒന്നും മറിക്കാനുള്ള. അപ്പോൾ ഈ കെബിയുടെ അടുത്ത് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നത്. ഞാൻ ഭൗതികമായിട്ടൊന്നും സംസാരിക്കുന്നില്ല, എന്നെ വിളിച്ചേക്കുന്നതും അതിനല്ല. ഞാൻ ഈ സിനിമയിലില്ല, അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ഉള്ളവരിൽ ഇല്ലാത്തൊരാൾ ഞാൻ മാത്രമാണ്. പക്ഷെ VKPയുടെ ഫാമിലിയിൽ പെടുന്ന ഒരാളാണ്. VKPയെ എല്ലാവരും പൊഴുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കും ഒരു 2 വാക്ക് പറയാതെ പോകാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമ ചെയ്തതിനു ശേഷമാണ്. എൻ്റെ ഗുരുനാഥനായിട്ടുള്ള രഞ്ജിത്ത് സാറുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാഞ്ചിയേട്ടനും ഇന്ത്യൻ റുപ്പിയിലെ കൺവെൻഷണൽ രീതിയിൽ, അതായത് ഗ്രാമറൊക്കെ വെച്ചിട്ട് വളരെ പെർഫെക്ഷനോടുകൂടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് വരിക, അത് പപ്പേട്ടനാണത് അസോസിയേറ്റ് ആയിട്ടുള്ളത്. ഒരു വാക്ക് പോലും മാറാതെ അത്രയ്ക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പഠന രീതിയിലൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നത് നെഗറ്റീവ് റോളിലാണ്. അനൂപേനോനും ജയസൂര്യയും കൂടി VKP എടുത്ത് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വരുന്നു. അപ്പം ഞാൻ ആദ്യത്തുള്ളൊരു തറവാട്ടിൽ നിന്നാണ് വരുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, സ്ക്രിപ്റ്റ് എവിടെ? അത് മറ്റേ അവിടെ ഇരുന്ന് എഴുതണ്ട, അടിപോയി പറഞ്ഞു. ഞാൻ പറഞ്ഞേ അതൊക്കെ ശരിയാക്കോ, നീ വായി തോന്നണം, നീ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ അപ്പം എങ്ങനെ പറയും? ഇവിടെ 3 ക്യാമറ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ ഇന്ത്യൻ റുപ്പി ചെയ്യുമ്പോൾ ഫിലിമിലാണ് ചെയ്യുന്നത്. ഒരു തവണ തെറ്റിക്കഴിഞ്ഞാൽ 13,000 രൂപ പോകുന്നുള്ള ടെൻഷനുണ്ട്. തിലകൻ ചേട്ടൻ, പൃഥ്വിരാജ്, രഞ്ജിത്ത് സാറ്, S കുമാർ, പുലികളുടെ നടുക്കാണ് നിൽക്കുന്നത്. ഞാൻ ഈ സെമിനാരി പഠിക്കുന്ന ആൾ ലീവിന് തന്നെ പോലെ പോയി. കാരണം വളരെ ഫ്രീഡം. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു 3 ക്യാമറ വെച്ചിട്ട് തോന്നിയ പോലെ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പൊ ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ബിന്ദാസ് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ബിന്ദാസാണ് ക്യാമറമാൻ, എനിക്കറിയില്ല. അപ്പൊ മോണ്ടി ജോണാണ്. പക്ഷെ എന്താണ് ഈ ബിന്ദാസ് പറയണമെന്ന് എന്താണെന്ന് മനസ്സിലായില്ല. കട്ടല്ല പറയുന്നത്. അപ്പൊ ടെക്നോളജി, ഡിജിറ്റൽ ക്യാമറ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ബ്യൂട്ടിഫുള്ളാണ് വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ശരിക്കും അണ്ടർ റേറ്റഡ് ആയി പോയി. കാരണം അതറിയില്ല, പല ടെക്നോളജി അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് മുതൽ അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ്. ഇതിനുശേഷം ഓരോ തവണ വരുമ്പോഴും എനിക്ക് വ്യത്യസ്തത ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് VKP. ഇതിനുശേഷം അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് വിളിച്ചപ്പോൾ താജ് റെസിഡൻസിയിലായിരുന്നു. അന്ന് ഞാൻ ഇതുപോലെ വ്യത്യസ്തത പ്രതീക്ഷിച്ചു. കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം തന്നെ കൊണ്ടുവന്നത്. ഒരു ചെടി എനിക്ക് തന്നു, ഓർമ്മയുണ്ട്. ഒരു സായിപ്പ് ഉണ്ടായിരുന്നു താജ് റെസിഡൻസിൽ. അപ്പം എന്താന്ന് ചോദിച്ചത്, ഈ ചെടി ഈസി ആൻഡ് നേച്ചർ ലവർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവില്ല, പുള്ളി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞ പുള്ളി പ്രകൃതി സ്നേഹി തന്നെയാണ്. പുള്ളിൻ്റെ ഡോക്യുമെന്ററി എടുക്കാനാണ് വന്നത്. അപ്പൊ പുള്ളി അയർലൻഡിൽ നിന്നാണ് വന്നേക്കണം. പുള്ളി എന്ന് പറഞ്ഞു, ഒരാൾ വിളിച്ചിട്ട് ഡിന്നർ കൊടുത്തിട്ട് ചെടി വിതരണം ചെയ്യുന്ന പരിപാടി ആദ്യമായിട്ട് കാണുകയാണ്. ഇത്രയും നല്ലൊരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ ഡോക്യുമെന്ററിക്ക് അയർലൻഡിൽ സമ്മാനം കിട്ടിയെന്ന് തോന്നുന്നു. ഈ ചെടി എല്ലാ ദിവസവും എൻ്റെ മുറ്റത്ത് അത് നിൽപ്പുണ്ട്. കാരണം ഇത് കാട് പിടിക്കുന്ന പോലെയാണ് വളരുന്നത്. VKPയുടെ പോലെ തന്നെയാണ്. വളവും വേണ്ട, വെള്ളവും വേണ്ട, വളർന്നുകൊണ്ടേയിരിക്കും. അത് കട്ട് ചെയ്ത് നിർത്തണം. VKP എങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ VKP എടുത്ത് ഓരോ പ്രാവശ്യം ഈ തവണ എന്നെ വിളിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി 12 മണിക്കാണ് പാലും പഴവും എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നേക്കുന്നത്. സാധാരണ തത്ത കൊടുക്കുന്നതാണ് ഈ പാലും പഴം. അപ്പോൾ എനിക്കെന്താണ് വന്നേക്കണമെന്ന് അറിയില്ല. അപ്പോൾ പറഞ്ഞ്, എടാ നന്ദുപൊതുവാൾ വിളിക്കുമെന്ന് പറഞ്ഞു. മിനിയാന്ന് പോലെ നന്ദുപൊതുവാൾ ആരും വിളിക്കുന്നില്ല. കാരണം ഇന്ത്യൻ ടൂല് പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി കൺട്രോളർ എന്നുള്ള സ്ഥാനം പോയിട്ട് ഇപ്പോൾ ഭയങ്കര ആർട്ടിസ്റ്റായി മാറിയിരിക്കുകയാണ്. പുള്ളി വിളിക്കില്ല. എന്നിട്ട് VKP തന്നെ എന്നെ നേരിട്ട് വിളിച്ച് എനിക്ക് വരാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും ഈ പാലും പഴവിലും അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തത ഉണ്ടാവും എന്നുള്ളതിൽ ഉറപ്പാണ്. അതിന് യാതൊരു സംശയമില്ല. എൻ്റെ ഗുരുനാഥന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. ജോഷി സാർ. ഇപ്പം ഞാൻ ജോഷി സാറിൻ്റെ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സിനിമയിലെ വില്ലൻ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ബ്രൂട്ടലായിട്ടൊരു വില്ലൻ എന്നത് ആന്റണിയിലാണ്. ജോജുവിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ രഞ്ജിത്ത് സാർ അക്കാഡമി പോയതിനു ശേഷം സിനിമകൾ ചെയ്യുന്നില്ല, സിനിമകൾ ചെയ്യണമെന്നുള്ളൊരു അപേക്ഷ കൂടിയുണ്ട്. കാരണം 7ഓളം കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അഭിനയിച്ചിട്ട് വന്നിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് അവിടെ സീറ്റ് കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും ശ്യാം പ്രസാദിന്റെ അളിയനാണ് യഥാർത്ഥത്തിൽ ഡ്രാമയിൽ, സിനിമയിൽ. ഓക്കെ. അപ്പോൾ ഇത്രയും. മീര ജാസ്മിന്റെ നമ്പർ അമ്മേലില്ല. 17 പേര് വിളിച്ചിട്ടും നമ്പർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ മെമ്പറാണെങ്കിൽ ആ നമ്പറും തന്നിട്ട് പോകണം. അപ്പോൾ ഒരുപാട് പേര് കംപ്ലൈന്റ് പറഞ്ഞു. മീര ജാസ്മിന്റെ നമ്പർ 8 നമ്പറായിട്ടുണ്ട്, ഒന്നും മറിക്കാനുള്ള. VKPയുടെ അടുത്ത് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും പാലും പഴവും യഥാർത്ഥത്തിൽ ഒരു പാലും പഴം ആയിട്ട് തന്നെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്, ഇൻഷാല്ലാ. അപ്പോൾ ബ്യൂട്ടിഫുൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് എന്തായെന്നുള്ള അറിയില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് ടിൻചേട്ടാ. ടിൻചേട്ടൻ വരുമ്പം ഹി മേക്ക് ഷുവർ അദ്ദേഹത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഓഡിയൻസിന്റെയും മുഖത്ത് ഒരു ചിരി വന്നിരിക്കും എന്നുള്ളത്. ആൻഡ് വി ആബ്സല്യൂട്ട്ലി ലവ് ദ തിങ് അബൌട്ട് യു. അപ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സ്, ഫിലിം മേക്കേഴ്സ് ഇവിടെ വന്ന് സംസാരിച്ചു. ആൻഡ് ഈ ഒരു വ്യക്തിയെ ഇങ്ങോട്ട് ഇനി ഇൻവൈറ്റ് ചെയ്തില്ലെങ്കിൽ ദ സ്റ്റേജ് ഇസ് ഇൻകംപ്ലീറ്റ്. അപ്പം ലെറ്റ് മീ ഇൻവൈറ്റ് ദ ഹിറ്റ് മേക്കർ M. Padmanabhan sir. So please come forward.